Yeah, let's continue with section 2, ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ അല്ലെ. അപ്പൊ നമ്മൾ പിന്നെ നെഹ്റുവിന്റെ സ്പീച്ചിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് പാസ്റ്റ് ഉണ്ടായിരുന്ന ഒരുപാട് ധീരനായ യോദ്ധാക്കളുടെയും അല്ലെങ്കിൽ സ്ട്രഗ്ലേഴ്സിന്റെയും ഒക്കെ ചരിത്രം അയാൾക്കറിയാം. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം വരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ പാസ്റ്റിലുള്ളത് അറിയാം. പ്രസന്റ് അത് ആ കാലം കഴിഞ്ഞ് പ്രസന്റിലേക്ക് വന്നപ്പോഴത്തേക്കും ആളുകൾ എന്തായി, ലൈഫ് ലെസ് റുട്ടീനായി മാറി. മീൻസ് വെറുതെ അങ്ങനെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടമായി മാറി. ഫ്യൂച്ചർ എന്താകുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ശരിയെങ്കിൽ അതിന്റെ സെക്കൻഡ് വേർഷൻ നോക്കാം. ടുഡേ വി ആർ കൺഫ്യൂസ്ഡ്. ഷുഡ് വി ഫോളോ ദ ലീഡ് given by the West and forget our past? Or should we try to revive the past glory of India? Gandhi showed us the right path, says Nehru. നെഹ്റുവിന്റെ സ്പീച്ചിൽ തന്നെ നെഹ്റു പറയുന്നുണ്ട്, മഹാത്മാഗാന്ധി നമുക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള നല്ലൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. എന്തിനെ കുറിച്ചിട്ടാണ് ഈ കൺഫ്യൂഷൻ? ടുഡേ വി ആർ കൺഫ്യൂസ്ഡ്. എന്തിനെ കുറിച്ചാണ്? ഷുഡ് വി ഫോളോ ദി ലെഡ് ഗിവൺ ബൈ ദ വെസ്റ്റ്? അതായത് നമുക്ക് നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിരിക്കുന്ന ഒരു വഴിയാണ് വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുക എന്നുള്ളത്. അതിലേക്ക് പോവണോ? ആൻഡ് ഫോർഗെറ്റ് അവർ പാസ്റ്റ്, നമ്മുടെ പൂർവികരെ മറന്നുകൊണ്ട് ആ ഒരു ലൈഫിലേക്ക് പോകണം. അതെല്ലാം നമ്മൾ നമ്മുടെ പഴയ കാലത്തെ ആ വിജയവുമായി മുന്നോട്ട് പോകണോ? അപ്പൊ ഗാന്ധിജി നമുക്ക് അതിന് നല്ലൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. In the tumult and confusion of our time, we stand facing both ways, forward to the future and backward to the past. Okay. ഇപ്പോഴത്തെ നമ്മുടെ ഈ സമയത്ത്, നമ്മുടെ ഈ കാലഘട്ടത്തിലും ഭാവിയിലേക്കുള്ള മുന്നോട്ടുള്ള ആയാലും അതുപോലെ തന്നെ മുന്നോട്ടുള്ള പോക്കും അതുപോലെ തന്നെ പാസ്റ്റിന്റെ ബാക്ക്വേർഡ്സും പാസ്റ്റിന്റെ ഇഫക്റ്റും ഇത് നമ്മളെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. ബീയിങ് പുൾഡ് ഇൻ ബോത്ത് ഡിറക്ഷൻ, ഈ രണ്ട് വഴികളിലേക്കും നമ്മളെ വലിക്കുന്നുണ്ട്. ഹൗ ക്യാൻ വി റിസോൾവ് this conflict and evolve a structure for living which fulfills our material needs and at the same time sustains our mind and spirit? എങ്ങനെയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു കൺഫ്യൂഷൻ നമ്മൾ മാറ്റുക, നമ്മൾ ഇല്ലാതാക്കുക? അതായത് ഈ കൺഫ്യൂഷൻ മാറി നമ്മുടെ പാസ്റ്റ്, നമ്മുടെ മെറ്റീരിയൽ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യപ്പെടണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ആത്മസംതൃപ്തി നേടുകയും വേണം. ഇത് രണ്ടും നമുക്ക് ചേരുന്നത് പാസ്റ്റിലേക്ക് പോയാലാണോ ഫ്യൂച്ചറിലേക്ക് പോയാലാണോ വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്താലാണോ എന്താണ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. What new ideals or old ideals varied and adapted to the new world can we place before our people, and how can we galvanize the people into wakefulness and action? എങ്ങനെയാണ് ജനങ്ങളിലേക്ക് നമുക്ക് നല്ലത് സെലക്ട് ചെയ്യാൻ ഒരു വഴി തുറന്നു കൊടുക്കുക? പുതിയ ഐഡിയൽസ് ആണോ പഴയ ഐഡിയൽസ് ആണോ, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ഡിഫറൻസ് എന്താണ്, വേരിയസ് എന്താണ്? ഈ പുതിയ ലോകം സ്വീകരിച്ചിട്ടുള്ളത്, ഇന്നത്തെ ജനങ്ങൾ, പ്രസന്റിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഏത് ആശയങ്ങളാണ്? ഇതൊക്കെ എങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും? ചേഞ്ച് ഈസ് എസെൻഷ്യൽ ബട്ട് കണ്ടിന്യൂറ്റി ഈസ് ഓൾസോ നെസസറി. മാറ്റങ്ങൾ അത്യാവശ്യമാണ്, പക്ഷേ കണ്ടിന്യൂറ്റി ഈസ് ഓൾസോ നെസസറി. അതിന്റെ ഒരു തുടർച്ച എന്നുള്ളത് അത്യാവശ്യമാണ്. The future has to be built on the foundations laid in the past and in the present. നമ്മുടെ ഭാവി ബിൽറ്റപ്പ് ചെയ്യുന്നത്, അതിന്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത് നമ്മുടെ പാസ്റ്റിലും ഇന്നുള്ള പ്രസന്റിലുമാണ്. To deny the past and break with it completely is to uproot ourselves and sapless. To deny the past and break with it, നമ്മുടെ പാസ്റ്റിനെ മറന്നുകൊണ്ട്, അതെല്ലാം കംപ്ലീറ്റ്ലി മറന്നുകൊണ്ട്, അപ്രൂട്ട് അവർ സെൽസ് ആൻഡ് സാപ്ലെസ് ഡ്രൈ അപ്പ്. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മുടെ പാസ്റ്റ് നമ്മൾ മറന്നുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ എന്താവും? ഡ്രൈ അപ്പ് ആയിരിക്കും, നമ്മുടെ ലൈഫ് വരണ്ടു പോകും എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ദി വെർച്യൂ ഓഫ് ഗാന്ധിജി ടു കീപ് ഹിസ് ഫീറ്റ് ഫേംലി പ്ലാന്റഡ് ഇൻ ദ റിച്ച് ട്രഡീഷൻസ് ഓഫ് അവർ റേസ് ആൻഡ് അവർ സോയിൽ. ഇപ്പൊ ഗാന്ധിജി നമുക്ക് വളരെ നന്നായിട്ട് നമ്മുടെ മണ്ണിനും അല്ലെങ്കിൽ നമ്മുടെ വർഗത്തിനും നമ്മുടെ ട്രഡീഷനും എല്ലാത്തിനും
വേണ്ടിയിട്ട് എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ പിന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈംസ് ടു ഫങ്ഷൻ ഓൺ ദ റെവല്യൂഷണറി പ്ലെയിൻ ഓൾസോ. നമ്മൾ ചില എന്താ പറയാ വിപ്ലവകരമായ രീതിയിലും ഫങ്ഷൻസ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. വെസ്റ്റേൺ കൾച്ചർ, റെവല്യൂഷൻ, അതുപോലെ തന്നെ പാസ്റ്റിലുള്ള നമ്മുടെ ഇന്ത്യയുടെ വിജയം, പാസ്റ്റിലെ ആളുകൾ ചെയ്ത സ്ട്രഗിളിങ്സ്, പ്രസന്റിലെ ലൈഫ് ലെസ് റുട്ടീൻ, പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ. ഈ ഫ്യൂച്ചറിലേക്കാണല്ലോ നമ്മൾ മുന്നോട്ട് നോക്കുന്നത്. എബവ് ഓൾ, ഇതെല്ലാം പുറമെ he laid stress on truth and peaceful means. ഗാന്ധിജി ഏത് റെവല്യൂഷണറി ആണെങ്കിലും, ഏത് വിപ്ലവകാരി ആയിരുന്നെങ്കിലും, മണ്ണിനും ജാതി മതത്തിനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്ട്രെസ് ഓൺ ട്രൂത്ത് ആൻഡ് പീസ്ഫുൾ മൈൻഡ് മീൻസ് അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറയുന്നത് സത്യവും പീസ്ഫുൾ സമാധാനവുമായിരുന്നു. Thus he built on old foundations and at the same time oriented the structure towards the future. He built on, നമുക്ക് ഒരു പഴയ അടിത്തറ അദ്ദേഹം ബിൽട്ടപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഓറിയന്റഡ് ദ സ്ട്രക്ചർ ടുവേർഡ്സ് ദ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള ഒരു ഘടന, ഒരു സ്ട്രക്ചറും കൂടെ നമുക്ക് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലൂടെ അങ്ങ് പോയാൽ മതി. ലിവിങ് ഈസ് എ കണ്ടിന്യൂൽ അഡ്ജസ്റ്റ്മെന്റ് ടു ചേഞ്ചിങ് കണ്ടീഷൻസ്. മാറി വരുന്ന ഈ കാലഘട്ടത്തിലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. The rapidity of technological change in the last half century has made the necessity of social change greater than ever. ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുള്ള ഭാഗമാണ് ടെക്നോളജിക്കൽ ചേഞ്ച്, അല്ലെ? ഒരു കാലത്തിന് പകുതി ആയപ്പോഴത്തേക്കും വന്നിട്ടുള്ള ഈ ടെക്നോളജിക്കൽ ചേഞ്ച്, അത് നമുക്ക് മേഡ് ദ നെസസിറ്റി ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റങ്ങളിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് വരുത്തി. ദർ ഈസ് എ കണ്ടിന്യൂൽ മാൽ അഡ്ജസ്റ്റ്മെന്റ്, ഒരുപാട് തിരിമറികളും ഇതോടുകൂടി വന്നു. The advance of science and technology makes it definitely possible to solve most of the economic problems of the world. ലോകത്തിലെ അധികം economic problemsന് പരിഹാരം കണ്ടെത്താൻ സയൻസ് ആൻഡ് ടെക്നോളജി വന്നതോടുകൂടി ആയി. ഇൻ പെർട്ടിക്കുലർ, പ്രത്യേകിച്ച് ടു പ്രൊവൈഡ് ദ പ്രൈമറി നെസസിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ പ്രൈമറി നെസസിറ്റി ടു എവ്രി വൺ ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിലെ എല്ലാവർക്കും, എല്ലാവരുടെ ഇടയിലുള്ള പ്രൈമറി നെസസിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് സാധിച്ചു. The methods adopted will have to depend upon the background and cultural development of a country or a community. ഒരു കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെയോ കൾച്ചറൽ ഡെവലപ്മെന്റിനും ബാക്ക്ഗ്രൗണ്ടിനും ഇതെല്ലാം ഈ മെത്തേഡുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ചില മാറ്റങ്ങൾ, ചില സോഷ്യൽ ചേഞ്ചസ്, നമുക്കിടയിൽ വന്ന ചില മാറ്റങ്ങൾ അത്യാവശ്യമായ മാറ്റങ്ങളായിരുന്നു. അത് നമ്മുടെ കൺട്രിയിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് ഡെവലപ്മെന്റിന് വഴിയൊരുക്കി. അപ്പൊ ഗാന്ധിജി പറയുന്നത് ലിവിങ് ചേഞ്ച് ഈസ് എസെൻഷ്യൽ ബട്ട് കണ്ടിന്യൂറ്റി ഈസ് നെസസറി. ഇതാണ് ഇദ്ദേഹത്തിന്റെ പോളിസി. ചേഞ്ചസ് വേണം. നമ്മൾ പണ്ടുള്ള കാലഘട്ടത്തിലുള്ള ആളുകൾ ജീവിച്ച പോലെ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ആ പഴയതിൽ നിന്നുള്ള ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കണം നമ്മുടെ ഇപ്പോഴുള്ള ലൈഫും എന്ന് തന്നെയാണ്. അതായത് പണ്ടുള്ളവരെ മറക്കരുത് എന്ന് തന്നെയാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. എന്നാണ് നെഹ്റു പറയുന്നത്. ഗാന്ധിജിയുടെ ഒപ്പീനിയൻ ആണ് ഇവിടെ നെഹ്റു പറയുന്നത്. ലാസ്റ്റ് പോർഷൻ, നെഹ്റു ഈസ് ബോത്ത് പ്ലീസ്ഡ് ആൻഡ് ഡിസപ്പോയിന്റഡ് വിത്ത് മോഡേൺ ഇന്ത്യ. ഇന്നത്തെ നമ്മുടെ ഈ മോഡേൺ ഇന്ത്യയിലും നെഹ്റു ഹാപ്പിയുമാണ്, അതേസമയം ഡിസപ്പോയിന്റഡുമാണ്. വാട്ട് പ്ലീസസ് ഹിം, എന്താണ് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്നത്? വാട്ട് ആർ ഹിസ് ഫിയേഴ്സ്, എന്താണ് അദ്ദേഹത്തിന്റെ ഭയം? ഇന്ത്യ ടുഡേ പ്രസന്റ്സ് എ വെരി മിക്സ്ഡ് പിക്ചർ ഓഫ് ഹോപ്പ് ആൻഡ് ആങ്ക്വിഷ് ഓഫ് റിമാർക്കബിൾ അഡ്വാൻസസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓഫ് ഇനേർഷ്യ. ഇന്നത്തെ ഇന്ത്യയിലെ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് മിക്സ്ഡ് പിക്ചറാണ്. അതായത് സന്തോഷത്തിന്റെ, ഹോപ്പ്, പ്രതീക്ഷയുടെയും, ആങ്ക്വിഷ് ഓഫ് റിമാർക്കബിൾ, കാലത്തിന്റെ മാറ്റങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകൾ തരുന്നുണ്ടെങ്കിലും അതാണൊരു സന്തോഷം എന്നുള്ള കാര്യങ്ങൾ. അറ്റ് ദ സെയിം ടൈം ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയാം എന്നാലും ചെയ്യാനുള്ള ഒരു മടി,
അല്ലെങ്കിൽ അലസത എന്ന് പറയും. ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ എന്നുള്ള ഒരു ടെൻഷൻ. ഇതിനാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം അറിയുമെങ്കിലും എല്ലാ പ്രതീക്ഷയും എല്ലാം ഉണ്ടെങ്കിൽ പോലും മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യമില്ലായ്മയാണ് ഇദ്ദേഹത്തിന്റെ ഡിസപ്പോയിന്റ്മെന്റ്. Of a new spirit and of the dead hand of the past and of privileges and overall growing unity and many. Okay. With all, there is a great vitality and firmness in people's mind and activities. It is a remarkable thing that a country and a people rooted in this remote past who have shown so much resistance to change in the past. വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഒരു രാജ്യവും അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളും അതിന്റെ പാസ്റ്റിൽ ജീവിക്കുന്നത്. who have shown so much resistance to change in the past. പാസ്റ്റിൽ നിന്ന് മാറാൻ ഒരുപാട് മടിയുള്ള ഒരു ജനതയെ കണ്ടത് ഈ ഇന്ത്യയിലാണ്. ഷുഡ് ബി മാർച്ചിങ് ഫോർവേഡ് റാപ്പിഡ്ലി ആൻഡ് വിത്ത് റീസൊല്യൂട്ട് സ്റ്റെപ്സ്. ഇന്ന് അവർ ചെറിയ ചെറിയ മാറ്റങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. I cannot say what tomorrow's India will be like. ഭാവിയിലുള്ള ഇന്ത്യ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. I can only express my hope and wishes. എനിക്ക് എൻ്റെ പ്രതീക്ഷകളും എൻ്റെ ആഗ്രഹങ്ങളും മാത്രമേ പറയാൻ പറ്റൂ. I means നെഹ്റു ട്ടോ. I want India to advance on the material plane. ഇന്ത്യ അതിൻ്റെ to fulfill her 5-year plan. 5-year plan fulfill ചെയ്യണം. To raise the standard of living her vast population. ഈ അതിക്രമിച്ചു വരുന്ന ഈ ഒരുപാട് ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ലിവിങ് പ്രോപ്പർ ആവണം. അവരുടെ ഒരു ലൈഫ് പ്രോപ്പർ ആവണം. 5-year പ്ലാൻ സക്സസ് ആവണം. ഇതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷകൾ. I want the narrow conflicts of today in the name of religion or caste. റിലീജിയന്റെ പേരിൽ, ജാതി മതത്തിന്റെ പേരിൽ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് പോലും ഉണ്ടാവരുത്. ലാംഗ്വേജ് ഓർ പ്രൊവിൻസ് ടു സീസ്, അല്ലെങ്കിൽ ഭാഷയുടെ പേരിൽ ക്ലാസ്ലെസ് ആൻഡ് കാസ്റ്റ്ലെസ് സൊസൈറ്റി, അല്ലെങ്കിൽ വർണ്ണം വിവേചനം, ഇത്തരത്തിലുള്ള പേരിലൊന്നും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടു ബി ബിൽഡ് അപ്പ് വേർ every individual has full opportunity to grow according to his worth and ability. എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ ലഭിക്കണം. അവരുടെ വളർച്ചയ്ക്കും അവരുടെ കഴിവിനും അനുസരിച്ചുള്ള എല്ലാ അവസരങ്ങളും അവർക്ക് ലഭിക്കണം എന്നുകൂടി ആണ് എൻ്റെ ആഗ്രഹം. ഇൻ പെർട്ടിക്കുലർ ഐ ഹോപ്പ് ദാറ്റ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, the curse of caste will be ended. The curse of caste, ഈ ജാതി മത വർണ്ണ വിവേചനത്തിന്റെ ആ ശാപം will be ended, അത് അവസാനിക്കും. For there is neither democracy nor socialism on the basis of caste. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള സോഷ്യലിസവും ജനാധിപത്യവും ഇല്ലാതെയായാൽ ഈ പറയുന്ന എല്ലാ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ശാപങ്ങളും ഇല്ലാതെയാവും എന്നുകൂടെ പറഞ്ഞു. അതായത് ജാതി മത വർണ്ണ ഭാഷ ഭേദമന്യേ ആളുകൾക്ക് എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കണം. എല്ലാവരുടെയും ഗ്രോത്ത് ആണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവരുടെയും ഹോപ്പ് ആൻഡ് വിഷസ് എല്ലാം സക്സസ് ആവണം എന്നുള്ള രീതിയിലാണ് നെഹ്റു ഇന്ത്യയെ കുറിച്ച് കാണുന്നതും ഇന്ത്യയുടെ സ്പീച്ച് അവസാനിപ്പിക്കുന്നതും. അദ്ദേഹം ഗാന്ധിജിയുടെ ചില വാക്കുകളാണ് ഫോളോ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി. എന്നിരുന്നാലും ഒന്ന് വായിച്ചു നോക്കുക. മൊത്തം കഥയൊന്നും മനസ്സിലാവണം എന്നില്ല, എന്നാലും മൊത്തം ഈച്ച് ആൻഡ് എവറി ലൈൻ നമുക്ക് അറിയണമെന്നില്ല. ബട്ട് യു ഷുഡ് നോ ദ സ്റ്റോറി. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എവറിത്തിങ്. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ്